നിങ്ങൾക്ക് ആർക്കെങ്കിലും രാജവെമ്പാലയോ അല്ലെങ്കിൽ 360 ഡിഗ്രിയിൽ വളഞ്ഞിട്ട് കുത്തുന്ന അണലിയുടെ കൂടെയോ ഇരുന്ന് പഠിക്കേണ്ടി വന്നിട്ടുണ്ടോ? ഒരു ബെഞ്ചിലിരുന്ന് എനിക്ക് പഠിക്കേണ്ടി വന്നിട്ടുണ്ട്. 1 കൊല്ലം. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണെന്നാണ് എൻ്റെ ഓർമ്മ. അതെ, 8ാം ക്ലാസ്സിൽ തന്നെയാ. സംഭവം എന്താ പറയാ, ഈ കുട്ടിക്ക് എൻ്റെ അടുത്ത് വളരെ എപ്പഴും പ്രോബ്ലമാണ് ഈ കുട്ടിക്ക് എൻ്റെ അടുത്ത്. ഞാൻ ഈ കുട്ടിയായിട്ട് ഫ്രണ്ടൊന്നുമല്ല. എൻ്റെ അപ്പുറത്തെ അങ്ങനെ ഒരേ ബെഞ്ചില് തൊട്ടടുത്തല്ല ഇരിക്കുന്നേ. പക്ഷെ ഒരേ ബെഞ്ചിലാണ് ഞങ്ങൾ ഇരിക്കുന്നേ. എപ്പഴും എപ്പഴും പുള്ളിക്കാരി എന്നെ സ്റ്റെയർ ചെയ്യുന്നുണ്ടാവും. ഷി വാസ് ലൈക്ക് എപ്പോഴും ഇങ്ങനെയാ. ക്ലാസ്സില് പേപ്പർ കിട്ടി കഴിഞ്ഞാ, എക്സാം കഴിഞ്ഞിട്ട് പേപ്പർ കിട്ടിക്കഴിഞ്ഞാ, അവളുടെ പേപ്പർ നോക്കുന്നതിന് മുന്നേ, "ഗീതു പേപ്പർ കിട്ടിയാ?" എന്നാണ് എന്റെ പേപ്പറാണ് നോക്കുന്നത്. ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുമ്പോ, അവളുടെ പ്ലേറ്റ് തുറന്ന് അവളുടെ ഫുഡിലേക്ക് നോക്കുന്നതിന് മുന്നേ, എന്റെ പ്ലേറ്റിലേക്കാണ് അവൾ നോക്കുന്നത്. എന്റെ പ്ലേറ്റിൽ നോക്കിയാണ് അവള് ഭക്ഷണം കഴിക്കുന്നത്. ഒരു നോൺ യൂണിഫോം ഇടാൻ പറ്റുന്ന ദിവസം ഞങ്ങളൊരു ആം, കോൺവെന്റ് സ്കൂളില് ഗേൾസ് ഓൺലി സ്കൂളിലാണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ വർഷത്തിൽ 1 2 തവണയാണ് അവിടെ നോൺ യൂണിഫോം ഇടാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഒരു നോൺ യൂണിഫോം ഇടുന്ന ദിവസം അവള് ഇങ്ങനെ എന്നെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടാവും. ഞാൻ എന്താണ് ഇടുന്നേ? അതിന് എന്ത് കുറ്റം പറയാൻ പറ്റും? 4 ആളുടെ അടുത്ത് എന്തൊക്കെ കുറ്റം കണ്ടെത്തി പറയാൻ പറ്റും? അങ്ങനെ എപ്പഴും ഞാൻ എന്ത് ചെയ്യുന്നൂന്ന് നോക്കി നടക്കുന്ന ഒരുതരം കൊച്ചാണ്. ഒരുതരം വൃത്തികെട്ട കൊച്ചാണ്. പക്ഷെ ഇതിന്റെ ഈ ഒരു നമ്മളൊരു പീക്ക് പോയിന്റ് എന്ന് പറയുമല്ലോ, അത് എത്തിയത് എപ്പോഴാണെന്ന് വെച്ചാൽ, ഞാൻ ആ ടൈമില് നന്നായി പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. പിന്നീട് എങ്ങനെയോ തലതെറിച്ച് പോയി. ആ ടൈമില് നന്നായി പഠിക്കുന്ന കൊച്ചായിരുന്നു. ഞാന് കെമിസ്ട്രി എക്സാം പേപ്പർ കിട്ടി. എനിക്കന്ന് എന്താ സബ്ജക്റ്റ് കെമിസ്ട്രി തന്നെയാണ്. എനിക്ക് സെക്കൻഡ് എന്തോ ആയിരുന്നു ക്ലാസ്സിലുണ്ടായിരുന്നത്. പക്ഷേ ക്ലാസ്സിലന്ന് പലർക്കും അന്ന് മാർക്ക് കുറവായിരുന്നു. അതെന്താന്ന് ഞാൻ മറന്നുപോയി. അപ്പൊ പേപ്പർ കിട്ടി. പേപ്പർ കിട്ടിക്കഴിഞ്ഞപ്പോൾ ടീച്ചറ് എല്ലായിടത്തും കാണുമല്ലോ ഇങ്ങനെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ചെയ്യുന്നത്. അപ്പൊ ടീച്ചർ ആദ്യം പേപ്പർ എല്ലാവർക്കും കൊടുത്തതിന് ശേഷം, "ഓക്കെ, ഞാൻ ഇനി ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പറയും. നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോളൂ" എന്ന് പറഞ്ഞു. എന്നിട്ട് ഏതോ ഒരു ക്വസ്റ്റ്യൻ ഔട്ട് ഓഫ് സിലബസ് ആയിരുന്നു. ഔട്ട് ഓഫ് സിലബസ് ആയിരുന്നു. ഓക്കെ, ഇതുമായിട്ട് റിലേറ്റഡ് ആയിരുന്നു. പക്ഷെ ഔട്ട് ഓഫ് സിലബസ് ആയിരുന്നു. അപ്പൊ ഞാൻ പഠിക്കുന്ന കുട്ടികൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, നമ്മളത് നോട്ട് ചെയ്ത് വെക്കും. ഞാനത് എന്റെ കഷ്ടകാലത്തിന് നോട്ട് ബുക്കിലോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിലോ അല്ല അത് ആൻസർ ചെയ്തത്. ഞാനൊരു പെൻസിൽ എടുത്തിട്ട്, നോട്ട് ദ പോയിന്റ്, ഒരു പെൻസിൽ എടുത്തിട്ട് ആ ക്വസ്റ്റ്യൻ നമ്മൾ എഴുതിയ ആൻസറിന്റെ മോളിലായിട്ട് എഴുതി വെച്ചു. എന്തിന് വേണ്ടി? ഇൻ ഫ്യൂച്ചർ അത് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മളിത് ആലോചിച്ച് ചെയ്യുന്നതൊന്നുമല്ല. ആ സമയത്ത് ഞാനതങ്ങനെ എഴുതി വെച്ചു. അപ്പൊ ഇവള് എന്റെ തൊട്ടടുത്തല്ല ഇരിക്കുന്നതെന്ന് ആലോചിക്കണം. ഇവള് അപ്പുറത്തിരുന്ന് ഇത് കണ്ടുപിടിച്ചു. അപ്പൊ ഇവളിങ്ങനെ നോക്കുന്നുണ്ട്. ഞാനതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. ഓക്കെ, നമ്മളത് എഴുതി വെച്ചു. ഇങ്ങനെയൊക്കെ നോക്കുകയാണ്. അത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ടീച്ചർ പറഞ്ഞു, "ഓക്കെ, ഇനി ഇതിൽ ആൻസേഴ്സിൽ എന്തെങ്കിലും നിങ്ങൾക്ക് അബദ്ധവശാൽ തെറ്റ് വരികയോ അല്ലെങ്കിൽ ആഡ് മിസ്റ്റേക്ക് വരികയോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് എൻ്റെ അടുത്ത് വരാം. ആ മാർക്ക് കൂട്ടിയിടാന്ന്" പറഞ്ഞപ്പോൾ ഓരോരുത്തരും ആഡിങ് മിസ്റ്റേക്ക് അങ്ങനെയൊക്കെ ചെന്നു. എനിക്ക് ആഡിങ് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. അതായത് കൂട്ടിയതിൽ മൊത്തത്തിൽ അര മാർക്കോ അങ്ങനെ എന്തോ, നിസ്സാര മാർക്ക് എന്തോ ഉണ്ടായിരുന്നു. ഞാനത് പോയി വാങ്ങിച്ചു. അപ്പൊ ഇവള് വന്ന വശം എൻ്റെ അടുത്ത് ചോദിച്ചു, "നിനക്ക് ടീച്ചർ മാർക്ക് ഇട്ട് തന്നോ?" എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, "ആ, എനിക്ക് അര മാർക്ക് കിട്ടിയെന്ന്" പറഞ്ഞു. പക്ഷെ ഇവൾ ഉദ്ദേശിച്ചത് എന്താണ്? ഞാൻ ആ ടീച്ചർ പറഞ്ഞപ്പോ ആ ആൻസർ അതില് തിരുത്തി. ഞാൻ എഴുതിയ ആൻസർ വെട്ടി തിരുത്തി ഇതാക്കി ആ മാർക്ക് കൊണ്ടുപോയി ഞാൻ വാങ്ങിച്ചു എന്നാണ് അവള് മനസ്സിലാക്കിയത്. അപ്പൊ അവൾക്ക് അവസരം കിട്ടി. അവള് കാത്തിരുന്ന അവസരം കിട്ടി എന്ന് അവള് നോക്കിയിട്ട് ആരൊക്കെയോ വിളിച്ചിട്ട് ടീച്ചറുടെ അടുത്ത് പോയി പറഞ്ഞെങ്ങാണ്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും ബെല്ലടിച്ചു. ടീച്ചർ താഴെ പോയി. ഞാനിതൊന്നും അറിയുന്നില്ല ട്ടോ. നമ്മള് ഈ ചുറ്റും നടക്കുന്ന ഒന്നും നമ്മളറിയുന്നില്ല. അവളപ്പോഴേക്കും നമ്മളറിയാതെ ഓരോരുത്തരോടൊക്കെ പറഞ്ഞ് ക്ലാസ് മൊത്തം അറിഞ്ഞിട്ടുണ്ട്. ഞാൻ ഒഴികെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ടീച്ചർ എന്നെ ഈ വിഷയം ടീച്ചറോട് ചെന്ന് പറഞ്ഞപ്പോൾ ടീച്ചർ എന്നെ വിത്ത് പേപ്പർ താഴോട്ട് വരാൻ പറഞ്ഞു. ഞാൻ എന്താണാവോ ഇങ്ങനെ വിളിക്കുന്നതെന്ന് നമ്മള് കൂടുതലൊന്നും ചിന്തിക്കുന്നില്ല. നമുക്ക് അതൊന്നും അറിയാത്തത് കൊണ്ട് നമ്മൾ കൂടുതലൊന്നും ചിന്തിക്കുന്നില്ല. ഞാൻ പേപ്പറും കൊണ്ട് താഴോട്ട് ചെന്നു. ടീച്ചർ ചെക്ക് ചെയ്തപ്പോ ആ ഇതിന്റെ അവിടെ "എന്താ ഇതിങ്ങനെ പെൻസിലോണ്ട് മാർക്ക് ചെയ്തേക്കണേന്ന്" ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഉത്തരം നമുക്ക് ബുക്കിലില്ലല്ലോ, അതറിയാൻ വേണ്ടിയാന്ന്" പറഞ്ഞു. ഓക്കെ, ടീച്ചർക്ക് കാര്യം മനസ്സിലായി. ടീച്ചർ എന്നെ പറഞ്ഞു വിട്ടു. ഇത് കഴിഞ്ഞ് ഞാൻ ക്ലാസ്സിലോട്ട് ചെല്ലുമ്പോ കാണുന്നത്, ദ ഹോൾ ക്ലാസ് എല്ലാവരും എന്നെ ഇങ്ങനെ സ്റ്റെയർ ചെയ്യുന്നതാണ്. ആം, പക്ഷെ നമുക്കിതൊന്നും അറിയില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു, എന്റെ വിചാരം എന്താന്ന് വെച്ച് കഴിഞ്ഞാ, ഓക്കെ, എനിക്ക് ഇത്രയും മാർക്ക് കിട്ടിയതുകൊണ്ട് എല്ലാവരും എന്നെ ഒരു അങ്ങനെ കാണുന്നതാന്നാ ഞാൻ കരുതുന്നേ. അത് കഴിഞ്ഞ് ഓക്കെ, അപ്പൊ എല്ലാവരും എന്നോട് ചോദിക്കുന്നുണ്ട്, "നിനക്ക് മാർക്ക് നിന്റെ കുറച്ചോ?" എന്ന് ചോദിച്ചു. "ഇല്ല, എന്തിന്?" എനിക്കപ്പഴും പൊട്ടത്തിയായ എനിക്ക് അപ്പഴൊന്നും മനസ്സിലായില്ല. അപ്പൊ ഇവള് വന്ന് എല്ലാവരും എന്റെ പേപ്പർ ഒന്ന് ചെക്ക് ചെയ്യുന്നു. അപ്പോഴും എനിക്ക് കാര്യം മനസ്സിലാവുന്നില്ല. ഞാൻ
അത് കഴിഞ്ഞ് നെക്സ്റ്റ് പീരീഡിന് വേണ്ടി പ്രിപ്പയർ ആവുന്നു. അത് കഴിഞ്ഞ് അതൊക്കെ കഴിഞ്ഞു. 2 ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണ് ഞാൻ ഈ ന്യൂസ് അറിയുന്നത്. സീ ഇപ്പഴും കുട്ടികള് ചിന്തിക്കുന്നുണ്ടാവാ, എനിക്കറിയില്ല അന്ന് ആ കുട്ടികൾ എന്തൊക്കെയായിരിക്കും പക്ഷെ ഇതൊക്കെ എല്ലാവരുടെ അടുത്തും ചെന്ന് പറയാനും, ഈ കുട്ടിയുടെ ക്യാരക്ടർ റിവീൽ ചെയ്യാനും അന്ന് ഞാനത് നിന്നില്ല എന്നുള്ളതാണ്. പക്ഷെ അത് ഞാനങ്ങനെ വിട്ടു. പക്ഷെ അതെന്താണ് അങ്ങനെ ചെയ്തതെന്ന് ഞാൻ ജസ്റ്റ് ആലോചിച്ചു. പക്ഷെ എന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഇല്ല. അത് മനസ്സിലാക്കേണ്ട ആള് മനസ്സിലാക്കി എന്ന് കരുതി ഞാനത് വിട്ടു. പിന്നീടും ഞാനത് കഴിഞ്ഞ് കുറേ നാളൊക്കെ കഴിഞ്ഞപ്പഴും ഞാൻ ഈ ഈ കുട്ടിയിൽ നിന്നിങ്ങനെ എപ്പഴും നമ്മളിങ്ങനെ ടാർഗറ്റ് ചെയ്ത് ഓരോന്ന് ചെയ്യുന്ന ഓരോ പരിപാടി ഉണ്ടായിട്ടുണ്ട്. ക്ലാസ്സിലെ ഏറ്റവും ഒരു പഠിപ്പിസ്റ്റായ ഒരു കൊച്ചുണ്ടായിരുന്നു. ആ കുട്ടിയുടെ ഏതോ ഒരു പുസ്തകം കാണാതായി. എന്നിട്ട് ആ കുട്ടിക്ക് പോലും എന്നെ ഡൗട്ടില്ല. ഞങ്ങള് ഫ്രണ്ടിലാ ബെഞ്ചിലെങ്ങാണ്ട് ഇരിക്കുന്നു. എന്നിട്ട് ഈ പെൺകൊച്ച് എന്റെ അടുത്ത് വന്ന് ചോദിക്കാ, "നീയല്ലേ അവളുടെ പുസ്തകം എടുത്തേന്ന്?" അതായത് നമ്മളെ മോശക്കാരിയാക്കാനും വേണ്ടി മാക്സിമം ട്രൈ ചെയ്യുന്ന ഒരു സ്നേക്ക്. ഒരു സ്നേക്ക് എന്ന് പറഞ്ഞാ ഒരു സ്നേക്ക്. അങ്ങനൊരു ഏഹ് എനിക്ക് തോന്നുന്നു നമ്മുടെ ചുറ്റിലും എപ്പോഴും ആൾക്കാരുണ്ടാവും. ഇതുപോലെ ഓരോ എന്താ പറയാ മറ്റുള്ളവരെ ഒരു കാരണവുമില്ലാലും ഷീ ഈസ് നോട്ട് മൈ ഫ്രണ്ട്. ഷീ ഈസ് ആരുമല്ല. എന്റെ ബെഞ്ചിലിരിക്കുന്നു. ഞാൻ നമുക്ക് എന്താ പറയാ മിണ്ടാൻ കൂടിയിട്ട് നമുക്കറിയാം. നമ്മ പറയും ഒരാളുടെ അവര് പറയുന്നതല്ല, അവരുടെ വൈബിനെ വിശ്വസിക്കാന്ന്. നമുക്ക് ചിലരെ അടുത്ത് വരുമ്പോ നമുക്ക് ഒരു നെഗറ്റിവിറ്റി ഫീൽ ചെയ്യും. അതുകൊണ്ട് തന്നെ ആ കുട്ടിയോട് മിണ്ടാൻ എനിക്ക് പണ്ടേ പറ്റിയിട്ടില്ല. അത് മിണ്ടുമ്പോ നമുക്ക് എന്തോ ഒരു എന്നുള്ളൊരു ഫീല് വരാറുണ്ട്. ഒരു ഒരു നമുക്കൊരു എന്തോ നമ്മുടെ ഉള്ളിലിരുന്ന് പറയാ. ആഹ് "വിട്, വിട് അയിനെ തള്ളി വിട്" എന്നുള്ളത് പറയാറുണ്ട്. ഞാനതുകൊണ്ട് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. എന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ആ സമയത്ത്. അവള് പറയുന്നു, "അവളെപ്പഴും നിന്നെ നോക്കിയിരിക്കുന്നത് കാണാറുണ്ട്." ഇതുപോലുള്ള സ്നേക്ക് ഇൻസിഡന്റ്സ് നിങ്ങൾക്ക് ലൈഫിൽ എപ്പോഴെങ്കിലും ഉണ്ടായിരുന്നോ? ഞാൻ ആ സംഭവം ഞാൻ പിന്നെയും പലപ്പോഴും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് തലയിലിട്ട് ആലോചിക്കാറുണ്ട്. എന്ത് ഡിസ്ഗസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടറാണതെന്ന്. അവിടെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ അതിനെ അടുപ്പിച്ചിട്ടില്ല. ഫേസ്ബുക്കിൽ എന്തോ പണ്ടെങ്ങാണ്ട് ഫ്രണ്ട് ആയത് എനിക്ക് ഓർമ്മയില്ല. എന്നിട്ട് ഫേസ്ബുക്കിൽ ഒരിക്കൽ വന്ന് എനിക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചേക്കാം, "ഹായ് ഗീതു അറിയോന്ന്?"